സുഹൃത്തുക്കളെ, നമ്മുടെ ലഞ്ച് ബോക്സ് അൺബോക്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനി മുതൽ ഞങ്ങൾ ഒരു പൊതി കൂടി എക്സ്ട്രാ കരുതുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ വെക്കും. അത് നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആരെങ്കിലും ഒരാൾ വിശന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തുടക്കമാണ്. അപ്പോൾ ഇന്നൊരാളെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാനിത് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പം അദ്ദേഹം വിശന്ന് വന്ന വ്യക്തിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് സന്തോഷമായിട്ട് അദ്ദേഹം അത് വാങ്ങിച്ചു. നമ്മൾ വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷമായിട്ട് അത് വാങ്ങിച്ചു. അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്തു. ഇനി മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ ഒരു പൊതിച്ചോറ് അവിടെ കരുതും. ഇനി നമ്മുടെ ലഞ്ച് ബോക്സ് ഇന്ന് എനിക്കും പാറുവിനും കഴിക്കാനുള്ള ലഞ്ച് തയ്യാറാക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പം ആദ്യമായിട്ട് ചോറ് തുറക്കാം. ചോറ് തുറന്ന് ഇന്ന് കൗശിക്കിന് സ്കൂളിൽ പോകണമെന്നുകൊണ്ട് അവൻ്റെ തട്ടമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് കറിയൊക്കെ വേറെ വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ തോരൻ നല്ല കപ്പയ്ക്കാത്തോരൻ, നാടനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് കപ്പയ്ക്കാത്തോരൻ. ഞാൻ ഈ തോരൻ ചെയ്യുമ്പോഴേ അത് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കും. പെട്ടെന്നൊരു 2 കറക്കിയ ഉണ്ടല്ലോ, നമുക്ക് ഈ അരിയുന്ന പാടില്ല. എല്ലാവരും അരിയുന്ന പാടുകൊണ്ടാണ് കൂടുതലും നമ്മൾ തോരൻ വെക്കാൻ. ഈ കപ്പയ്ക്കൊക്കെ കൊത്തിപ്പൊടിച്ചെടുക്കാൻ ഭയങ്കര പാടല്ലേ. അതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ ആരും ചെയ്യാത്ത. ഇനി അടുത്തതായിട്ട് ചോറെടുത്ത് വെക്കാം. കപ്പയ്ക്കത്തോരൻ വെച്ച് ചോറ് വെച്ചു. അടുത്ത എന്തുവാ? നമ്മുടെ കോവയ്ക്ക. ഞങ്ങൾക്ക് കോവയ്ക്ക ഇഷ്ടം പോലെ കോവയ്ക്ക നിൽപ്പുണ്ട്. മഴയാണ്ട് കുറേയൊക്കെ അങ്ങ് പോയി. എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. മെഴുകുവരട്ടിക്കുള്ളതേ ഇന്ന് കിട്ടിയോളൂ. മിക്ക ദിവസവും ഞങ്ങളത് എടുക്കും. വീട്ടിൽ കുറച്ച് കോവൽ നിൽപ്പുണ്ട്. ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പോയിപ്പോൾ കുറച്ചുണ്ട് ഇപ്പം. എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു മെഴുകുവരട്ടിക്കൊക്കെ ഉള്ളത് കിട്ടാറുണ്ട്. 2 പേർക്കും കുറേശ്ശെ ഞാൻ വെച്ചു. പിന്നീട് അടുത്ത മീൻകറി ചെറിയ കാരൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ശകലം മുളക് കറി വെച്ചു. കാരൽ മുളക് കറി വെച്ചത് അതിൻ്റെ തൊട്ട് വെക്കാം. അതിനുശേഷം നല്ല മോര് കാച്ചിയത് കേട്ടോ. മുളക് കറി ആയതുകൊണ്ട് ഇച്ചിരി മോര് കാച്ചാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ മോര് കാച്ചിയത് നല്ല നമ്മുടെ മുരിങ്ങയിലയൊക്കെ ഇങ്ങോട്ടിട്ട് കാച്ചിയത്. മുരിങ്ങയില അടക്കുന്നില്ല, എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൂടെയൊക്കെ കിട്ടട്ടടേ. അപ്പം ഇച്ചിരി മുരിങ്ങയിലയൊക്കെ ഇട്ട് മോര് കാച്ചിയെടുത്തു. അത്രയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനി അവളുടെ പാത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അവളെല്ലാം കറികൾ സഹിതം ചോറിനകത്ത് ഇറക്കി വെച്ചാണ് കൊണ്ടുവന്നേക്കുന്നത്. എന്തോ ഒരു കൊച്ചു പാട്ടയുണ്ടല്ലോ, പാട്ടയ്ക്കകത്തുണ്ട്. അത് വെച്ച് തുറക്കാം. മുട്ട. മിക്ക ദിവസവും മുട്ടയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുട്ടയാണ് അവളുടെ മെയിൻ ഐറ്റം. 2 പേർ കൂടെ ആയിരിക്കും 2 എണ്ണം കൊണ്ടുവന്നേക്കും. ഒന്ന് എന്തായാലും ഞാനും എടുക്കട്ടെ. ഇത് കൊഞ്ച് ചമ്മന്തി. കൊഞ്ച് ചേർത്ത അടിപൊളിയിട്ട് അവർ അമ്മായിയമ്മ അരയ്ക്കുന്ന കേട്ടോ. സൂപ്പർ കൊഞ്ച് ചമ്മന്തിയാണ്. പിന്നെ ചോറ് തട്ടിയിട്ട് വെക്കാം. ചോറ്. പിന്നീട് ആ കൊച്ചു ഡപ്പ നമ്മൾ തുറന്നില്ലല്ലോ, നോക്കട്ടെ. വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി കുറച്ച് അവിടെ 2 പേർക്കും വെക്കാം. 2 പേർക്കും കുറേശ്ശെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫുഡെല്ലാം ഞാൻ ആ പൊതിച്ചോറ് കൊടുത്തതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞങ്ങൾ ആ പൊതിച്ചോറ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഇങ്ങനെ എല്ലാവരെയും കാണിക്കുന്നു, പക്ഷെ അതിലും വിശന്ന് വരുന്ന ഒരാൾക്കൊരു നേരത്തെ ആഹാരം. പിന്നെ നമ്മുടെ അച്ചാറ് മാങ്ങാച്ചാറാണ്. ഞാൻ പറഞ്ഞില്ലേ, മാങ്ങാച്ചാറൊക്കെ പൊട്ടിച്ചത് ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അതിൽ നിന്ന് കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചാറ് നമ്മുടെ മെയിൻ. എല്ലാ ദിവസവും നമുക്കൊരച്ചാറ് കാണും. മാങ്ങാച്ചാറാണെങ്കിൽ പാറുവിന് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാച്ചാറ് തന്നെയാണ് എടുത്തേക്കുന്നത്. നമുക്ക് സ്പൂണിൻ്റെ മറു സൈഡും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ സ്പൂണൊക്കെ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ അച്ചാറ് കൊണ്ടുവന്നൊരു സ്പൂണൊക്കെ എടുക്കുമ്പോൾ നനവ് പാടില്ല. അഥവാ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ടല്ലോ, ആ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം തിരിച്ച്. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് പുറത്ത് വെക്കരുത് നമ്മുടെ അച്ചാറ്. നമ്മുടെ നല്ല എല്ലാ അച്ചാറും അങ്ങനെ. കാരണം അന്നേരം ഒരു ഈർപ്പം പിടിക്കും. പിന്നെ അത് നിങ്ങൾ വെക്കരുത്. ഇതുപോലെ ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ മതി. വെളിയിൽ വെക്കുകയാണെങ്കിൽ വെളിയിൽ തന്നെ വെക്കുക. 6 മാസം 7 മാസം വരെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പിന്നെ ഇച്ചിരി മോര്, ഇച്ചിരി മീൻകറി. ഇച്ചിരി മീൻകറി എടുത്തതിനൊഴിച്ചു. അവക്കും കുറച്ച് വയ്ക്കാം. മീൻകറിയൊക്കെ അങ്ങോട്ട് വെച്ച് ഒരു മീനൊക്കെ വെച്ച് കൊടുക്കാം. ഒരു കറി വെച്ച ഒരു കാരൽ അവക്കും വെച്ചു.
പിന്നെ മോര്, ഇച്ചിരി കളർഫുള്ളായിക്കോട്ടെ, ഇച്ചിരി മോര് വെച്ചു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം